ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് 2024 ഈ വർഷം നടന്ന കേരള +1 എക്സാം റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെ നമ്മുടെ മൊബൈൽ ഫോണിൽ ഈ വർഷം നടന്ന കേരള DHSC VHSC +1 എക്സാം റിസൾട്ട് ഓൺലൈനിലായി പെട്ടെന്ന് എളുപ്പത്തിൽ എങ്ങനെ ചെക്ക് ചെയ്ത് അറിയാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ ഭാഗത്ത് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. തീർച്ചയായിട്ടും ഈ വീഡിയോ +1 വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കണ്ടിട്ട് മാക്സിമം ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് +1 വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന പുതിയ പുതിയ വീഡിയോസ് യൂട്യൂബിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കാൻ നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കും. എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പുതിയ പുതിയ വീഡിയോസ് യൂട്യൂബിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് പോകാം. അതിനായി ഈ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ keralaresults.nic.in എന്ന വെബ്സൈറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ വെബ്സൈറ്റ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് അത് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അതിൽ DHSC ഫസ്റ്റ് ഇയർ റിസൾട്ട് എന്ന ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. അന്നേരം ഇങ്ങനൊരു ഇന്റർഫേസിൽ ഒരു വെബ് പേജ് ഓപ്പൺ ആയിട്ട് വരും. ഇതിലിവിടെ റോൾ നമ്പർ എന്ന ഭാഗത്ത് നമ്മുടെ DHSC +1 എക്സാം റോൾ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഇപ്പുറം ഡേറ്റ് ഓഫ് ബർത്ത് എന്ന ഭാഗത്ത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം അതിൻ്റെ സൈഡിൽ കാണുന്ന സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഇവിടെ നമ്മുടെ ഈ വർഷം നടന്ന കേരള DHSC +1 എക്സാം റിസൾട്ട് വരും. ഇവിടുന്ന് നമ്മുടെ ഈ വർഷം നടന്ന കേരള DHSC +1 എക്സാം റിസൾട്ട് ഓൺലൈനിലായിട്ട് ചെക്ക് ചെയ്ത് അറിയാം. അടുത്തത് ഇവിടുന്ന് ബാക്ക് വന്നിട്ട് ഈ പേജിൽ വലതുവശത്ത് ആ അറ്റത്ത് സൈഡിൽ കാണുന്ന സ്കൂൾ വൈസ് റിസൾട്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു പേജ് ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ സ്കൂൾ കോഡ് എന്ന ഭാഗത്ത് നമ്മുടെ DHSC സ്കൂൾ കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഈ സ്കൂൾ കോഡ് അറിയാത്തവർക്ക് അല്ലെങ്കിൽ സ്കൂൾ കോഡ് എവിടെ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു വെബ്സൈറ്റ് ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ വെബ്സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് കേരളത്തിലെ എല്ലാ DHSC സ്കൂൾ കോഡും നമുക്ക് ലഭിക്കും. സ്കൂളിൻ്റെ പേരും സ്കൂളിൻ്റെ കോഡും കൊടുത്തിരിക്കുന്നത് കാണാം. അതിൽ ഏത് സ്കൂളിൻ്റെ കോഡാണ് നിങ്ങൾക്ക് വേണ്ടത് ആ സ്കൂൾ കോഡ് നമ്മൾക്കിവിടെ ലോങ് പ്രസ് ചെയ്തിട്ട് അത് കോപ്പി ചെയ്യാം. അല്ലെങ്കിൽ ആ സ്കൂൾ കോഡ് നോക്കിയിട്ട് നമ്മളിവിടെ സ്കൂൾ കോഡ് എന്ന ഭാഗത്ത് ആ സ്കൂൾ കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം അതിൻ്റെ സൈഡിൽ കാണുന്ന സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഇവിടെ നമ്മുടെ ഈ വർഷം നടന്ന കേരള DHSC +1 സ്കൂൾ വൈസ് എക്സാം റിസൾട്ട് വരും. ഇവിടുന്ന് നമുക്ക് ഈ വർഷം നടന്ന നമ്മുടെ DHSC സ്കൂൾ വൈസ് +1 എക്സാം റിസൾട്ട് ഓൺലൈനിലായിട്ട് ചെക്ക് ചെയ്ത് അറിയാം. അതും നമ്മുടെ മൊബൈൽ ഫോണിൽ വളരെ പെട്ടെന്ന് എളുപ്പത്തിൽ ഓൺലൈനിലായിട്ട് ചെക്ക് ചെയ്ത് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ വർഷം നടന്ന നമ്മുടെ കേരള DHSC +1 എക്സാം റിസൾട്ടിൻ്റെ മാർക്ക് ലിസ്റ്റ് നമുക്ക് ഇവിടുന്ന് സ്ക്രീൻഷോട്ട് എടുക്കുകയോ ഡൗൺലോഡ് ചെയ്ത് എടുക്കുകയോ ചെയ്യാം. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ keralaresults.nic.in എന്ന വെബ്സൈറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ വെബ്സൈറ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് അത് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അതിൽ VHSC ഫസ്റ്റ് ഇയർ റിസൾട്ട് എന്ന ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. അന്നേരം ഇങ്ങനെ ഒരു ഇന്റർഫേസിലൊരു വെബ് പേജ് ഓപ്പൺ ആയിട്ട് വരും. ഇതിലൂടെ റോൾ നമ്പർ എന്ന ഭാഗത്ത് നമ്മുടെ VHSC +1 എക്സാം റോൾ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം അതിൻ്റെ സൈഡിൽ കാണുന്ന സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഇവിടെ നമ്മുടെ ഈ വർഷം നടന്ന കേരള VHSC +1 എക്സാം റിസൾട്ട് വരും. ഇവിടുന്ന് നമുക്ക് നമ്മുടെ ഈ വർഷം നടന്ന കേരള VHSC +1 എക്സാം റിസൾട്ട് ഓൺലൈനായിട്ട് ചെക്ക് ചെയ്ത് അറിയാം. അടുത്തത് ഇവിടുന്ന് ബാക്ക് വന്നിട്ട് ഈ പേജിൽ വലതുവശത്ത് ആ അറ്റത്ത് സൈഡിൽ കാണുന്ന സ്കൂൾ വൈസ് റിസൾട്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു പേജ് ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. ഇതിലിവിടെ സ്കൂൾ കോഡ് എന്ന ഭാഗത്ത് നമ്മുടെ VHSC സ്കൂൾ കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഈ സ്കൂൾ കോഡ് അറിയാത്തവർക്ക് എവിടെ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു വെബ്സൈറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ വെബ്സൈറ്റിൽ കയറിയാൽ നമുക്ക് കേരളത്തിലെ എല്ലാ VHSC സ്കൂൾ കോഡും നമുക്കിവിടെ ലഭിക്കും. ഇവിടുന്ന് നമുക്ക് ഏത് സ്കൂളിൻ്റെ കോഡാണ് നമുക്ക് വേണ്ടത് ആ ഒരു സ്കൂൾ കോഡ് നമ്മൾ എന്ത് ഇവിടുന്ന് കോപ്പി ചെയ്യുക. അല്ലെങ്കിൽ അത് നോക്കിയിട്ട് ഇവിടെ സ്കൂൾ കോഡ് എന്ന ഭാഗത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം അതിൻ്റെ തൊട്ട് സൈഡിൽ കാണുന്ന സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഇവിടെ ഈ വർഷം നടന്ന കേരള VHSC +1 സ്കൂൾ വൈസ് എക്സാം റിസൾട്ട് വരും. ഇവിടുന്ന് നമുക്ക് ഈ വർഷം നടന്ന നമ്മുടെ കേരള VHSC +1 സ്കൂൾ വൈസ് എക്സാം റിസൾട്ട് ഓൺലൈനിലായിട്ട് ചെക്ക് ചെയ്ത് അറിയാം. അതും നമ്മുടെ മൊബൈൽ ഫോണിൽ വളരെ പെട്ടെന്ന് എളുപ്പത്തിൽ ചെക്ക് ചെയ്ത് അറിയാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഈ വർഷം നടന്ന നമ്മുടെ കേരള VHSC +1 എക്സാം റിസൾട്ടിൻ്റെ മാർക്ക് ലിസ്റ്റ് നമുക്ക് ഇവിടുന്ന് സ്ക്രീൻഷോട്ട് എടുക്കുകയോ ഡൗൺലോഡ് ചെയ്തെടുക്കുകയോ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ മൊബൈൽ ഫോണിൽ ഈ വർഷം നടന്ന നമ്മുടെ കേരള DHSC VHSC +1 എക്സാം റിസൾട്ട് പെട്ടെന്ന് എളുപ്പത്തിൽ ഓൺലൈനിലായിട്ട് ചെക്ക് ചെയ്ത് അറിയാൻ സാധിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇത്തരം പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് യൂട്യൂബിൽ ലഭിക്കാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. അടുത്ത പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു. ബൈ ബൈ.